യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം അഥവാ YPPയുടെ പുതിയ പോളിസി അപ്ഡേറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ലോകം. ജൂലൈ 15-ന് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ ന്യൂ അപ്ഡേറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് മോണിറ്റൈസേഷനിൽ വരിക എന്ന ആശങ്കയിലാണ് ഇപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും. ജൂലൈ 15-ന് ശേഷം മോണിറ്റൈസേഷൻ നിൽക്കുമോ, ചാനൽ തന്നെ ടെർമിനേറ്റ് ആകുമോ എന്നെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും. പല ക്രിയേറ്റേഴ്സും പല രീതിയിലുള്ള കോണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോഗുകള്, അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ്, ഷോർട്സുകള്, ഇപ്പോ AI ഉപയോഗിച്ചുകൊണ്ടുള്ള പല വീഡിയോസ്. എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. എന്താണ് യൂട്യൂബിന്റെ പുതിയ പോളിസി എന്നല്ലേ? ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഒതന്റിക് ആൻഡ് ഒറിജിനൽ ആയിരിക്കണം. അഥവാ ഇനി കോപ്പി അടിച്ചാൽ പൈസ കിട്ടത്തില്ല. അതാണ് യൂട്യൂബിന്റെ ഏറ്റവും പുതിയ നയം. അതുപോലെ തന്നെ 3000 വാച്ച് അവേഴ്സും അതുപോലെ 500 സബ്സ്ക്രൈബേഴ്സും മാത്രം വേണ്ടിയിരുന്ന യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലുകളിൽ ഇനി വർഷത്തിൽ 4000 വാച്ച് അവേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കണം. മറ്റൊരാളുടെ കണ്ടന്റ് കോപ്പി അടിച്ചുകൊണ്ടുള്ള ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റിംഗ്, ആ ഒരു പരിപാടി ഇനി യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ മറ്റൊരു കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തികച്ചും നിങ്ങളുടേതായ ഒരു പരിഷ്കരണം വരുത്തേണ്ടിയിരിക്കുന്നു. ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായിട്ടുള്ള നടപടി എന്താണെന്ന് യൂട്യൂബ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്ട്രൈക്കുകൾ, ഫൈന്, സസ്പെൻഷൻ എന്നിവ എന്ത് തരം നടപടിയാണ് സ്വീകരിക്കുക എന്നും യൂട്യൂബ് ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഇനി കോപ്പി അടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മറക്കാം. നിങ്ങളുടേതായ ഒറിജിനലായ ഒതന്റിക് ആയ കണ്ടന്റുകൾ സ്വീകരിക്കാം.